നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി ഗൂഗിൾ പേജ് സർവീസ്, SMS, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് മറ്റുള്ള മീഡിയ യൂണിവേഴ്സലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന സോഷ്യൽ മീഡിയനെ കുറിച്ച് പറഞ്ഞത് ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 മേജർ ആപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ഒന്ന് ലേഡീസ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പും, പിന്നെ സ്നാപ്ചാറ്റിൻ്റെ AR ഫിൽറ്ററിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞ് തരാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ്. അതൊരു അമേരിക്കൻ കമ്പനിയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഗൂഗിളാണ്. ഗൂഗിളിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ആപ്പാണ് അത് കൂടുതൽ വീഡിയോ പങ്കുവെക്കുന്നു. എന്നെ പോലെയുള്ള ആളുകളെല്ലാം, എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങളെപ്പോലത്തെ ഫ്രണ്ട്സിൻ്റെ ഉള്ളിൽ എൻ്റെ വീഡിയോകൾ എത്തിക്കാനും, നിങ്ങൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് മുതിർന്നവർക്ക് സോഷ്യൽ മീഡിയനെ കുറിച്ച് അറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനിത് കരുതുന്നത്. പിന്നെ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്വിറ്ററാണ്, പഴയ ട്വിറ്റർ, അമേരിക്കൻ എലോൺ മസ്കിൻ്റെ എക്സ്. ഇത് ഒരു ലോകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രീമിയം സെഗ്മെൻറ്റ് എൻജോയ് ചെയ്യുന്ന ഒരു ആപ്പാണ്, സോഷ്യൽ മീഡിയ ആപ്പാണ്. ഇതിന് മേജറായിട്ട് മൈക്രോ ബ്ലോഗിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ ട്രെൻഡിങ് വാർത്തകളാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ വരുന്നത് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ. ഇത് രാഷ്ട്രീയ നേതാക്കളാണ്, വേൾഡ് ലീഡേഴ്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതിന് ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. പിന്നെ മാധ്യമപ്രവർത്തകരും കൂടുതലുണ്ട്, ജേർണലിസ്റ്റുമാരൊക്കെ ഈ എക്സിലാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഹൈ എൻഡ് സെഗ്മെൻറ്റിലുള്ള ആളുകൾ ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു വീഡിയോ ആപ്പാണ് ഇത്. പിന്നെ നമുക്ക് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ടെലിഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2 റഷ്യൻസ് ആണ് അതിൻ്റെ സ്ഥാപകങ്ങൾ. ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ടെലിഗ്രാം എന്ന് പറഞ്ഞ ഇത് എൻക്രിപ്റ്റഡ് സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് സന്ദേശങ്ങൾ, ട്രേഡിങ് സംബന്ധമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ആപ്പാണിത്. ട്രേഡിങ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പുകളാണ് കൂടുതൽ ഈ ചാനലൈസ് ചെയ്യുന്നത്. പിന്നെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട്, എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള അതേപോലെ വേറൊരു ചാറ്റാണ് സ്നാപ്ചാറ്റ്. സോ ഇത് അമേരിക്കയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചാറ്റാണ്. ഇത് യൂത്തിനാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ USP എന്തെന്ന് വെച്ചാൽ AR ഫിൽറ്ററാണ്. AR ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു യൂത്തിന് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഒരു ഫിൽറ്ററാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ AR എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോം എന്തെന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഫിൽറ്റർ. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഫിൽറ്റർ, ഇതിന് ഷോർട്ടായിട്ട് AR ഫിൽറ്റർ എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് എന്താണ് AR ഫിൽറ്റർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നിങ്ങളുടെ മൊബൈലിൽ ക്യാമറ ഉപയോഗിച്ച് ജീവനുള്ള നമ്മളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇത് പല ദൃശ്യങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഈ AR ഫിൽറ്ററിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഒരു പർട്ടിക്കുലർ ഇമേജ് ഇത് സൃഷ്ടിച്ചെടുക്കും. ഇത് ചിത്രങ്ങളിൽ ആക്കി എടുക്കും, ആനിമേഷനുകളിൽ ഉണ്ടാക്കും. ആനിമേഷനിൽ ഒരു പ്രത്യേക തരം ആനിമേഷൻ ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രെൻഡി സോഷ്യൽ മീഡിയയാണ് സ്നാപ്ചാറ്റ്. ഇതിൻ്റെ ഫീച്ചർ ഞാൻ പറയാം. ഉദാഹരണമായിട്ട് നമ്മളെ ഒരു ഫേസ് ഡിറ്റക്ഷൻ, അതായത് ഫേസ് ഡിറ്റക്ഷന് മുഖത്ത് നമുക്ക് നായുടെ കാതുകൾ, പിന്നെ കണ്ണട, പ്രത്യേക തരത്തിലുള്ള മേക്കപ്പ്, ഇതൊക്കെയാണ് കുട്ടികളെ എൻജോയ് ചെയ്യുന്നത്. അത് ആനിമേറ്റഡ് ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് ഒരു ആനിമേറ്റഡ് എഫക്റ്റുകളാണ് ഇത് ചേർക്കുന്നത് നിങ്ങളുടെ മുഖത്ത്. അപ്പോൾ യൂത്ത് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇത് ഒരു എന്താ പറയുക, ഈ ഒരു വേൾഡ് എഫക്റ്റ് ഉള്ള ഒരു 3D ചുറ്റുപാടിലാണ് ഇത് AR ഫിൽറ്റർ നിങ്ങളെ യൂത്തിനെ പുറപ്പെടുവിച്ച് വെക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ഡാൻസ് ചെയ്യാം,
പിന്നെ ഫോട്ടോസ് ചെയ്യാം, പിന്നെ ഫയർ വർക്കുകൾ, പല ടൈപ്പുള്ള ഫയർ വർക്കുകൾ കാണാം. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സ്നാപ്ചാറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ നോക്കും, നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കും, അവർ പക്ഷേ അഡിക്റ്റ് ആവും. ഞാൻ അത് കണ്ട ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പിന്നെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു അറപ്പൊക്കെ വരും. ഈ ഫേസ് ഡിസ്റ്റോർഷൻ വരുമ്പം തലയിൽ വലുതാക്കി, കണ്ണൊക്കെ വലുതാക്കി, മൂക്കൊക്കെ വലുതാക്കി, അപ്പോൾ ശരിക്കും ഒരു ഫേസ് ഡിസ്റ്റോർഷൻ ആണ് ചെയ്യുന്നത്. പക്ഷെ അത് കുട്ടികൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അൾട്ടിമേറ്റ്ലി ദേ എൻജോയ് ഇറ്റ്. അതാണ് ഓരോ ആൾക്കാരും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഈ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഓരോരോ മേക്കപ്പുകളും, ഇപ്പം മേക്കപ്പിൻ്റെ ഒരു വസ്ത്രം ഒരു ഫിൽറ്റർ ഇട്ടാൽ വെച്ചാൽ അത് ഡ്രസ്സ് നിങ്ങൾക്ക് ഇടിപ്പിക്കും. പിന്നെ ഇൻട്രാക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് മുഖം ഇങ്ങനെ ചുണ്ടിലാക്കിയിട്ട് പുഞ്ചരിക്കുന്ന പോലെയൊക്കെ നമുക്ക് പ്രതികരിക്കുന്ന ഫിൽറ്ററുകളുണ്ട്, ഐസ് ഓപ്പൺ ചെയ്യുന്ന ഫിൽറ്ററുകൾ. ഇതൊക്കെയാണ് ഈ AR ഫിൽറ്ററിൻ്റെ പല ഫോമാറ്റുകൾ. ഇത് ഒരു യൂത്ത് ഇന്ന് ലോകമെമ്പാടും യൂത്തുകളെല്ലാം തന്നെ, ചെറിയ കുട്ടികളെല്ലാം തന്നെ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെയാണ് ഇത്. വളരെ ഫോട്ടോസ്, വീഡിയോകളായി, അതേപോലെ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് വേണമെങ്കിൽ അവർ ഐഡിയ അയച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ അവർക്ക് മാറ്റങ്ങൾ വേണമെങ്കിൽ അവർക്ക് ലൈവ് അല്ലാത്ത ഫോട്ടോ വീഡിയോകളിലും അവർക്കത് സേവ് ചെയ്തിട്ട് അതിനും പല രൂപങ്ങളിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവർ നന്നായി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് പിന്നെ കിഡ്സിൻ്റെ ഇഷ്ടമുള്ള ബ്രാൻഡുകളെല്ലാം അവിടെ അവർ മാർക്കറ്റ് ചെയ്യും. അപ്പോൾ അതിൽ കൂടെ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം. അതുകൊണ്ട് ഈ അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് വന്നിട്ട് ഇതിൻ്റെ റവന്യൂ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ ഈ റവന്യൂ ഇൻക്രീസ് ആകുമ്പോൾ കമ്പനി നന്നായി പെർഫോം ചെയ്യല്ലോ. അതായത് ഇനി നമുക്ക് ഈ ഒരു പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെൻഡി ഒരു സോഷ്യൽ മീഡിയ ആണ് വേൾഡിൽ നിന്ന്. ഇത് ലേഡീസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ഉള്ള അമേരിക്കയിലെ 2010 ഇത് ലോഞ്ച് ചെയ്തത്. എല്ലാ സ്ത്രീകളും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ് പിൻട്രസ്റ്റ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ പിൻട്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ട്രെൻഡിങ് ഫാഷനാണ്. ഈ പഴയ ഫാഷൻ, പുതിയ ഫാഷൻ, എല്ലാ ഏജിലുള്ള ഫാഷനുകൾ, ഇതെല്ലാം ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടുവസ്തുക്കൾ എന്തൊക്കെയാണ് വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അത്, പിന്നെ ഭക്ഷ്യത്തിൻ്റെ ഐഡിയകൾ, അത് ഓരോന്നും എങ്ങനെയാണ് അലങ്കരിച്ച് വെക്കുന്നത്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, കുക്കറി ക്ലാസ്സുകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയ, US ഇവിടെയാണ് ഇത് ഭയങ്കരം ട്രെൻഡിയായി നിൽക്കുന്നത്. അവിടെ അവർ ഫുഡിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത്, ഈ ഫാഷൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഫുഡും ഒരു ട്രെൻഡാണ്. ഈ ലേഡീസ് ഇത് നോക്കിയിട്ടാണ് പലപ്പോഴും പലരും പല ചാനലുകളും നോക്കിയിട്ട് ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഓരോ വീടുകളും ശ്രമിക്കുന്നുണ്ട്. ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇതിൻ്റെ 2021 മുതൽ ഇതിൻ്റെ CEO ബിൽ റെഡി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇയാൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ബിൽ റെഡി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇതിൻ്റെ CEO ആയി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് പിന്നെ ചിത്രങ്ങൾ വളരെ ഭംഗിയായിട്ട് അതിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐഡിയകൾ, ഇതിന് എന്തൊക്കെയാണ് ഐഡിയകൾ, അത് ഫാഷനായാലും ഫുഡായാലും എന്ത് ട്രെൻഡിങ്സ് ആണ് അതിൻ്റെ ഐഡിയ എന്തൊക്കെയാണ്, അതിന് അവർ ഉപയോഗിക്കുന്ന വേർഡ് പിൻ എന്നാണ്. ഇത് പിൻ ചെയ്യുക, ബോർഡിൽ പിൻ ചെയ്യുക. എന്നാൽ ഞാൻ ബോർഡിൽ പിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ ഒരു യൂസേജ് ആണ്. അപ്പോൾ നമ്മളും അത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കും അത് യൂസ് ചെയ്യാം. വാട്സപ്പ് ചെയ്യുക എന്നൊക്കെ പറയില്ല, അതുപോലെ പിൻ ബോർഡ് ചെയ്യുക. ഇങ്ങനെയാണ് അവരെ അതിൻ്റെ അകത്തുള്ള സോഷ്യൽ മീഡിയയിലെ ആളുകളെല്ലാം, സ്ത്രീകളെല്ലാം, മിക്ക സ്ത്രീകളും ഉപയോഗിക്കുന്നത് പിൻ ഇറ്റ് ഫോർ മീ ഓൺ ദ ബോർഡ്, അങ്ങനെ പറയും. അപ്പോൾ ഇതിൻ്റെ ഫാഷനും പാചകവും പിന്നെ ആഭരണങ്ങൾ, നമ്മൾ പല ടൈപ്പുള്ള ആഭരണങ്ങളും, ലേഡീസിന് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ, ജെൻസിന് ഇഷ്ടപ്പെട്ട ആഭരണം, ഇതെല്ലാം ലേഡീസ് ഇതിൻ്റെ അകത്ത്. പിന്നെ ചിട്ടികളും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ
വെഡ്ഡിങ് പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് ഒരുക്കങ്ങൾ എവിടെയാണ്, ആരാണ് എൻ്റെ കാറ്റേഴ്സ്, എങ്ങനെയാണ് അത് അലങ്കരിക്കേണ്ടത്, ഇതിനെ പറ്റിയ ആൾക്കാരാണ്. ഇതുപോലും അവർ വളരെ ഭംഗിയായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതും പിൻ ചെയ്യുന്നുണ്ട്. ഓരോ ചിത്രം അല്ലെങ്കിൽ വീഡിയോ പിൻട്രസ്റ്റിൽ പിന്ന് എന്ന് നമുക്ക് അതിനെ പേരിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഷോപ്പിംഗ് ഇൻറ്റഗ്രേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം, ഏതെങ്കിലും ഒരു ഡിസൈന്, അത് ഫുഡ് ആയിക്കോട്ടെ, ഇൻറ്റീരിയർ ഡെക്കർ ആയിക്കോട്ടെ, കല്യാണത്തിൻ്റെ ഒന്നും ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് അത് എവിടെ കിട്ടും, എന്താണ് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ആ ലിങ്ക് വഴി നേരിട്ടിട്ട് ഇത് വാങ്ങാനും പറ്റും. ഷോപ്പിംഗ് ലിങ്ക്ഡ്ഇൻ ഒരു അമേരിക്കൻ സോഷ്യൽ മീഡിയ ആണ്. അത് വളരെ യങ്സ്റ്റേഴ്സിലെല്ലാം വളരെ പോപ്പുലറാണ്. നമുക്ക് ഒരു ജോലി, കുട്ടികൾക്ക് യൂത്തിന് ജോലി കണ്ടുപിടിക്കാനും അവരെ CV അടക്കം അവർ പ്രിപ്പയർ ചെയ്ത് വളരെ അട്രാക്റ്റീവായിട്ട് കൊടുക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആണ് ലിങ്ക്ഡ്ഇൻ. അതേപോലെ റെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ കമ്പനിയാണ്. ഈ റെഡിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കുറച്ച് ആളുകൾ യൂസ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രീമിയം സെഗ്മെൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ റെഡിറ്റ്. ഇത് അമേരിക്കയിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് സബ്റെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയാണ്, ഇൻക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇതിൻ്റെ ഓണേഴ്സ്. ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ് റെഡിറ്റ്. പിന്നെ വേറൊരു കമ്പനിയാണ് ത്രെഡ്സ് ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഇത് ഒരു മൈക്രോ ബ്ലോഗിംഗ് കമ്പ്യൂട്ടറാണ്, സംവാട്ട് ഈക്വൽ ടു X-File. എക്സ് എന്ന് പറഞ്ഞ കമ്പനീനെ പോലെ തന്നെ ഒരു സാധനമാണ് ത്രെഡ്സ്. ഇതിൻ്റെ ആളുകൾ ആരെന്നറിയാവോ? മെറ്റയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇതിനെ ആക്കിയത്. ഇതൊരു മൈക്രോ ബ്ലോഗിംഗ് ആണ്. ഇത് പതിയെ ഇതിന് ഗ്രോത്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഈ നമ്പർ ഓഫ് യൂസേഴ്സ് നോക്കാം. ഓരോ ചാനലും എത്ര വ്യൂ ആണ് ഒരു മാസം കിട്ടുന്നത്. യൂട്യൂബിന് 450 വ്യൂസ് ഉണ്ട്, 450 മില്യൺ യൂസേഴ്സ് ഉണ്ട്, 450 മില്യൺ. വാട്സപ്പിന് 500 മില്യൺ യൂസേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിന് 350 മുതൽ 400 മില്യൺ യൂസേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കിന് 250 മുതൽ 300 മില്യൺ യൂസേഴ്സ് ഉണ്ട്. ഈ ഫേസ്ബുക്കിന് 250 300. ഇൻസ്റ്റാഗ്രാമാണ് ഫേസ്ബുക്കിനേക്കാട്ടും കൂടുതൽ ഉള്ളത്. പിന്നെ ടെലിഗ്രാമിന് 200 മില്യൺ യൂസേഴ്സ് ഉണ്ട്. പിന്നെ ട്വിറ്ററിന്, അതായത് എക്സിന് 30 മുതൽ 40 മില്യൺ വരെ യൂസേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് യൂസറിൻ്റെ മന്ത്ലി യൂസേഴ്സിൻ്റെ ഒരു കണക്ക്. പിന്നെ സ്നാപ്ചാറ്റിന് അമേരിക്കയിൽ 40 മില്യൺ യൂസേഴ്സ് ഉണ്ട്. പിന്നെ ലിങ്ക്ഡിന് 100 മില്യൺ യൂസേഴ്സ് ഇന്ത്യയിൽ മാത്രമുണ്ട്. ചാറ്റ്, മോജ്, ജോഷ്, പിന്നെ റോപ്പോസോ, ഇവരൊക്കെ 100 മുതൽ 150 മില്യൺ യൂസേഴ്സാണ് ഇന്ത്യയിലുള്ളത്. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ കണക്കുകൾ. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ്, ഹർഷിജിത്ത്.